ഞാൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കുന്നതാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പെർസ്പെക്റ്റീവിലും നിങ്ങളെ എക്സ്പീരിയൻസ് എന്നുമാണ് സംസാരിക്കുന്നത്. മനസ്സിലായോ? ഓരോ വ്യക്തിയും ഒരു ടോപ്പിക്കിനെ കുറിച്ച് അല്ലെ ഒരു കാര്യത്തെക്കുറിച്ച് പല രീതിയിലായിരിക്കും സംസാരിക്കുക. കാരണം അവരുടെ ഉള്ളിൽ എങ്ങനെയാണോ ആ രീതിക്ക് അനുസരിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഞാൻ പാരൻറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ തോട്ട് ലെവലിൽ നിന്നും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ കേട്ട് കണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുമാണ് ഞാൻ സംസാരിക്കുന്നത്. അതേസമയം ഇവിടെ ഇരിക്കുന്ന ഷാഫി ഇപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ ഷാഫി പഠിച്ചിട്ടുള്ള നോളജിൽ നിന്നും ഷാഫീൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഷാഫി കുട്ടികളിൽ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നുമാണ് സംസാരിക്കുക. മനസ്സിലായോ? രണ്ടും രണ്ട് തലത്തിലായിരിക്കും സംസാരിക്കുക. മീനിങ് ഒന്നായിരിക്കാം, അല്ലെങ്കിൽ കോണ്ടന്റ് ഒന്നായിരിക്കാം, കോണ്ടെക്സ്റ്റ് വ്യത്യാസമുണ്ടാവും. മനസ്സിലായോ? ഈ കോണ്ടെക്സ്റ്റിൽ ആളുകൾ എന്താണ് കയറി പറ്റിയിട്ട് അത് അങ്ങനെയാണ്, അതിന് ഇങ്ങനെയാണ്, നമ്മളെ ലൈഫിൻ്റെ ഹാപ്പിനെസ് പലപ്പോഴും നമ്മൾ തന്നെ കളയാണ്. സ്വന്തം ജീവിതത്തിൻ്റെ ഹാപ്പിനെസ് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ സന്തോഷവതിയല്ല, ഞാൻ പീസ്ഫുൾ അല്ല എന്ന് പറഞ്ഞ് അലഞ്ഞു നടക്കുകയാണ് അല്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഹാപ്പിനെസ് നമുക്ക് തന്നെ കണ്ടെത്താൻ കഴിയാത്തത് എന്നതിൻ്റെ പിന്നിലുള്ള കാരണം ഇതാണ്. മറ്റുള്ളവരിലേക്ക് കൊടുത്തിരിക്കുകയാണ് നമ്മളത്. മറ്റുള്ളവരുടെ സംസാരങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളും സ്വന്തമായിട്ടുള്ള ബോധ്യവുമാണ് ഓരോ മനുഷ്യനും വേണ്ടത്. ഞാൻ എങ്ങനെയാണ്, ഞാൻ എന്താണ്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എൻ്റെ ധർമ്മം എന്താണ് എന്നുള്ള ഒരു ബോധ്യതലം എനിക്കുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ മറ്റുള്ളവർ പറയുന്ന ആ വഴിയിലൂടെ എങ്ങനെ സഞ്ചരിക്കില്ല. കാരണം അവരുടെ രീതിക്കനുസരിച്ചാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ കുറേ ആളുകൾ എൻ്റെ ചുറ്റും നിൽക്കുന്ന ഒരു പറ്റം ആളുകൾ, ഒരു 3-ൽ കൂടുതൽ ആളുകൾ പറയാം ദാറ്റ്സ് റോങ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ തിരിച്ചു ചിന്തിക്കും. കാരണം ഞാനത് ചെയ്യുന്നത് റോങ് ആണ് എന്നുള്ള ബോധ്യം എനിക്ക് വരും. ഞാനൊന്ന് ചിന്തിക്കേണ്ടി വരും എന്നുള്ളതാണ് അവിടെ. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണ് ഓക്കെ ആയിക്കൊള്ളണം എന്നില്ല, അത് അതേ റൂട്ടിൽ തന്നെ ആയിക്കൊള്ളണം എന്നില്ല. കാരണം വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞാൻ ചെയ്യുന്നത് കൃത്യമാണ്, സത്യമാണ് എന്നുള്ളത് എന്നെ എല്ലാവരും അംഗീകരിക്കുമ്പോൾ മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ എനിക്ക് ആ ഒരു ബോധ്യം വേണം. ഇത് കറക്റ്റാണ്, ഞാൻ പഠിച്ചതിൽ നിന്നും എക്സ്പീരിയൻസിൽ നിന്നും മറ്റുള്ള ആളുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതിൽ നിന്നും ഇതാണ് കറക്റ്റ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എങ്കിൽ ഞാൻ റൈറ്റ് വേയിലായിരിക്കും. ആ ഒരു കാര്യം ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒരു പറ്റം ആളുകൾ, ഒരു 5-6 ആളുകളൊക്കെ പറയാണ് ഷംന ഇതിൽ ഇന്ന മിസ്റ്റേക്കുകളുണ്ട്, ഇന്ന റോങ് ഉണ്ട്. അപ്പം ഞാൻ തിരിച്ചു ചിന്തിക്കണം. എന്നിട്ട് നല്ല ആൻസർ കണ്ടെത്തിയിട്ട് നല്ല കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കണം. മനസ്സിലായോ? കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് കറക്റ്റ് ചെയ്യുകയും വേണം. അല്ലെങ്കിൽ ഞാൻ മാത്രം ശരിയാണെന്ന് പറഞ്ഞു പോകുന്നതിലും ഒരു അർത്ഥമില്ല എന്നാണ്. അപ്പോൾ കാരണം കറക്റ്റ് ചെയ്യേണ്ടത് അത് അനിവാര്യമാണ്. മറ്റുള്ളവരുടെ നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ലൈഫിൻ്റെ ഓരോ പോയിന്റിലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുത്. നിങ്ങൾക്കായിട്ട് അതിൻ്റെ ഒരു ധാരണ വേണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വേണം. ആ ബോധ്യം ഉണ്ടാവണമെങ്കിൽ ഞാൻ എന്താണ്, ഈ ലോകത്തേക്ക് നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശമാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആസിയ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ അത് ഈ ലോകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ആ ഒരു ധർമ്മമാണ്. ഈ പ്രപഞ്ചത്തിന്, ഈ യൂണിവേഴ്സിലെ ആളുകൾക്ക് നന്നായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആസിയ ആണെങ്കിൽ മറ്റുള്ളവർ നല്ല വസ്ത്രങ്ങൾ ധരിക്കും, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ ഡ്രസ്സിങ് ചെയ്യുന്ന വിഷ്വലൈസ് ചെയ്യാനും അതിനെ അതേ രീതിയിൽ ഭംഗിയോടുകൂടി ചെയ്തു കൊടുക്കാനും എനിക്ക് കഴിയുന്നില്ല. ആസിയൻ്റെ അത്ര എനിക്ക് കഴിയണമെന്നില്ല. നമുക്ക് സ്റ്റിച്ചിങ് അറിയുന്നുണ്ടെങ്കിലും പക്ഷെ അതുപോലെ ഡിസൈൻ ചെയ്ത് അതേ പെർഫെക്ഷനിൽ ചെയ്യാൻ എനിക്ക് പറ്റിക്കൊള്ളുന്നില്ല. അതിന് ആപ്റ്റായിട്ടുള്ള വ്യക്തി ആസിയ ആയതുകൊണ്ട് തന്നെ അത് ചെയ്യേണ്ട ഡ്യൂട്ടി ആസിയൻ്റെതാണ്. അപ്പോഴാണ് യൂണിവേഴ്സിൻ്റെ സൃഷ്ടിയിലൂടെ യൂണിവേഴ്സ് കണ്ട ഗോളും അച്ചീവ് ആവുള്ളൂ. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിലൂടെ ഏൺ ചെയ്യാനും പറ്റും. സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക്
കണ്ടെത്താൻ പറ്റും. നിങ്ങളെല്ലാവരും നിങ്ങളെ ധർമ്മം വേറെ എന്തോ ആണെന്ന് ഓർത്തൊന്നും തിരഞ്ഞു പോകണ്ട. ഇപ്പം മഞ്ജുവിനെ സംബന്ധിച്ച് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ദാറ്റ്സ് എ ഗ്രേറ്റ് പേർപ്പസ്. കാരണം ഒരു കുഞ്ഞിനെ ഗ്രൂം ചെയ്തെടുക്കുന്നത് ആ ഒരു ശിക്ഷണത്തിൽ തന്നെയാണ്. ഏറ്റവും സ്റ്റാർട്ടിങ് പോയിന്റിൻ്റെ ഉള്ളം കയ്യിലാണ് ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ. കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളുകളിലാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. 9 to 5 എന്ന് പറയുന്ന, അല്ലെങ്കിൽ 9 to 4 എന്നൊക്കെ പറയുന്നത് 8 മണിക്ക് സ്കൂൾ ബസ്സിൽ കയറി വൈകുന്നേരം 5 മണിക്ക് വരുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ സ്കൂളുകളിലായിരിക്കും, സ്റ്റാഫ് ആണെങ്കിൽ ഓഫീസിലായിരിക്കും. ബാക്കിയുള്ള സമയത്ത് കുറഞ്ഞ സമയം ഉറങ്ങും, ബാക്കി വീട്ടിലെ വർക്ക് അല്ലെങ്കിൽ കളി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് കുറഞ്ഞ സമയം നമുക്ക് നമ്മളിലേക്ക് സ്പെൻഡ് ചെയ്യാൻ, നമ്മളെ ചുറ്റുഭാഗത്തേക്ക് സ്പെൻഡ് ചെയ്യാനുള്ളൂ. അങ്ങനെ കിട്ടുന്ന ആ കൂടുതൽ സമയം ഗ്രൂം ചെയ്തെടുക്കുന്നത് മഞ്ജുവിനെ പോലെയുള്ള കുറേ ടീച്ചേഴ്സാണ് അല്ലേ? അപ്പം അത് ആ ഒരു യൂണിവേഴ്സിൽ ആ പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ പോലുള്ള ആളുകൾ വേണം. ഇവരൊക്കെ ലക്ഷ്യം ഇത് തന്നെ ആയതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ഫീൽഡിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എന്നെ വിട്ടു പോവാതെ എന്നെ ചുറ്റുപറ്റി നിൽക്കുന്നത് എന്തോ എന്നിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടതുകൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു വർക്ക് എന്നെ വീണ്ടും വീണ്ടും വേറെ എങ്ങോട്ടെങ്കിലും പോയാലും തിരിച്ച് ആ വർക്കിലേക്ക് എന്നെ എത്തുന്നത് അതാണ് നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു ധർമ്മമാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ വേരൂന്നണം മീൻസ് നിങ്ങൾ അതിൽ ആ ഒരു പിടിവള്ളി നിങ്ങൾക്ക് കിട്ടി, മനസ്സിലായി. നിങ്ങൾക്ക് കിട്ടിയ പിടിവള്ളിയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇതിൽ ഞാൻ എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റും, ഇതിൽ ഞാൻ എന്തൊക്കെ എക്സ്ട്രാ ടൈം ഇട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷാഫി പറയുന്ന പോലെ സ്കൂളിൽ ടീച്ചിങ് ക്ലാസ് എടുക്കുന്ന ബാക്കി എൻ്റെ ഓഫ് ഡേകളിൽ, ഈവനിങ് ടൈമിൽ ഞാൻ എന്ത് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഐ ആം എ പാരൻറ്റ് കോച്ച്. ആ ഒരു രീതിയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഒരു പാരൻറ്റ് കോച്ച് ആയതുകൊണ്ട് എനിക്ക് ഓൺലൈനിൽ ക്ലാസ് ആളുകൾക്ക് എടുത്തു കൊടുക്കാം, പാരൻറ്റിങ് എടുത്തു കൊടുക്കാം, ഈവനിങ് വന്നിട്ട് എടുത്തു കൊടുക്കാം, ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മോട്ടീവായിട്ടുള്ള ഓരോ കോഴ്സ് പറയാം, സോഷ്യൽ മീഡിയയിൽ എൻ്റെ പ്രസൻസ് കാണിക്കാം, അതുവഴി ഇൻസ്പയർഡ് ആവുന്ന കുറേ ആളുകളുണ്ടാവും, അതുവഴി എനിക്ക് എന്ത് ചെയ്യാം, ഏൺ ചെയ്യാം. അതൊക്കെ ഒരു പാസീവ് ഇൻകാക്കി മാറ്റുക ഇല്ലേ? അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റി നമ്മളെ മുന്നിൽ ഉണ്ട്. കണ്ടിട്ടും കണ്ടില്ല എന്ന് വെക്കുന്നതാണ് നമ്മളെ പ്രശ്നം. അറിഞ്ഞിട്ടും അറിയില്ല എന്നുള്ള ധാരണയോടുകൂടി നിങ്ങളെ കംഫർട്ട് സോണിൽ നിങ്ങൾ പോകുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അല്ലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്നും ഞാൻ പറയുന്നില്ല, അതൊരു മിസ്റ്റേക്ക് ആവില്ല. കാരണം നിങ്ങളെ റീകറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തരുന്ന ചലഞ്ചസ് ആയിരിക്കും. നിങ്ങളെ മോർ പവർഫുൾ ആക്കാൻ വേണ്ടി, നിങ്ങളെ മോർ എഫക്റ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ചലഞ്ചായിരിക്കും. അതിനെ ഓവർകം ചെയ്യുക. എത്രയും ഫാസ്റ്റായിട്ട് ഓവർകം ചെയ്യാൻ പറ്റുമോ അത്രയും ഫാസ്റ്റായിട്ട് നിങ്ങൾ ഓവർകം ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു കറക്ഷനിൽ ഈ ഒരു രീതിയിലേക്ക് മാറുന്നത്. മനസ്സിലായോ? അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഏറ്റവും കറേജിയസ് ആയിട്ട് ഞാൻ ചെയ്യുന്ന വർക്കിനെ ഈ ലോകത്തിന് എങ്ങനെ സമർപ്പിക്കാൻ പറ്റുമെന്നതിൽ കറക്റ്റായിട്ടൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുറച്ച് ചലഞ്ചസ് ഉണ്ടാവും. ഒന്ന് ഡൗൺ ആവും, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ഭയങ്കര ഡൗൺ ആവും, അല്ലെങ്കിൽ ഫീൽ ആവും, ഒരു എനർജി കുറഞ്ഞ അവസ്ഥ വരും. അതിന് ഞാൻ ഒരു 7 ടിപ്സ് പറഞ്ഞുതരാം. 7 കാര്യങ്ങൾ നിങ്ങൾ എനർജീനെ ഏറ്റവും കൂടുതൽ റേസാക്കി അപ്പായിട്ട് ഭയങ്കര പവർഫുള്ളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള 7 കാര്യങ്ങൾ. ഈ 7 കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നതാണെന്നും കൂടെ ഞാൻ ആദ്യം പറയാണ്. പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം മാത്രമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ തരുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ, നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കാൻ, നമ്മളെ ബോഡി ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ ഏറ്റവും ഫസ്റ്റായിട്ട് വേണ്ട കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. കാരണം ഈ യൂണിവേഴ്സിലേക്ക് നിങ്ങൾക്കൊരു പാലം പറയൂലേ, ഒരു ബ്രിഡ്ജ്, നിങ്ങളുടെ യൂണിവേഴ്സായിട്ടുള്ള ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ, ആ ഒരു പാലം വെക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. മുണ്ടക്കായി ഉരുൾപൊട്ടിയ സമയത്ത് 2 നാടുകളും തമ്മിൽ സെപ്പറേറ്റ് ആയ സമയത്ത്, ഞാനൊന്ന് മ്യൂട്ട് ചെയ്യട്ടെ ആരോന്നിന്.
രണ്ട് നാടുകളും തമ്മിൽ സെപ്പറേറ്റ് ആയ സമയത്ത് അവിടെ ഒരു ബെയിലി പാലം ക്രിയേറ്റ് ചെയ്തു അല്ലേ, ഒരു ദിവസങ്ങളെ കൊണ്ട്, ഒരു 2-3 ദിവസം കൊണ്ട്. അതേസമയം അവിടെ കോൺക്രീറ്റ് പാലം, അതുപോലെ തന്നെ അത്രയും ലെങ്തി പാലം ക്രിയേറ്റ് ചെയ്യേണ്ട, സൈഡ് വാള് കെട്ടണം, അതിൻ്റെ നടുക്ക് പില്ലേഴ്സ് ഗ്രിൽ ചെയ്ത് വെക്കണം. അത്രയും ഫോഴ്സ് ആയിട്ടുള്ള വെള്ളത്തിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ആ സമയത്ത്. പിന്നെ അങ്ങനെ ഒരു ക്രൂഷ്യൽ കണ്ടീഷനിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളെ ലൈഫിനെ നിങ്ങൾ ഗ്രൂം ചെയ്തെടുക്കാൻ ഏറ്റവും ഈസി ആയിട്ടൊരു കുറുക്ക് വഴി നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഏത് നിമിഷവും എപ്പോഴും നിങ്ങൾക്ക് ഈസിയസ്റ്റ് ആയിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ജസ്റ്റ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഉള്ളിൽ നിന്നും ഹേർട്ട് ടച്ച് ആയിട്ട് ഫീൽ ചെയ്ത് പറയാ എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ആ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട്, ജസ്റ്റ് നിങ്ങൾ രാവിലെ എപ്പോഴും എഴുന്നേക്കുന്നോ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിനു വേണ്ടി മാത്രം മാറ്റി വെക്കുക. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടി മാത്രം മാറ്റി വെക്കുക. അത് ഞാൻ എന്നും പറഞ്ഞു, നിങ്ങൾ 10 കാര്യങ്ങൾ എഴുതിയാൽ തന്നെ മാറി, അത് 10 മിനിറ്റ് ആവൂലേ. ഹൈ വൈബ്രേഷൻ ഇമോഷനായ ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് നമ്മളെ മൈൻഡിനെ റിസീവിങ് മോഡിലേക്ക് അങ്ങോട്ട് മാറ്റും. നമ്മളെ മൈൻഡിനെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് റിസീവിങ് മോഡിലേക്ക് നമ്മളെ അങ്ങോട്ട് മാറ്റാൻ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഒന്നുമില്ല, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള, നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്തിട്ട് ജസ്റ്റ് ഒന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും തന്നിട്ടില്ല, ദുഃഖവും സങ്കടവും പ്രയാസവും ആണ് എന്നുണ്ടെങ്കിലും അത് ഫീൽ ചെയ്യാൻ നിങ്ങളെ ശരീരത്തിന് കണ്ണുകൾ തന്നിട്ടില്ലേ? ഈ സംസാരിക്കുന്ന എനിക്ക് നല്ല നാവ് തന്നിട്ടില്ലേ? എൻ്റെ നാവിന് ഒരു അസുഖം പറ്റിയാൽ എനിക്ക് ഇതുപോലെ സംസാരിക്കാൻ പറ്റുമോ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാവ് എനിക്ക് തന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫേസ് എനിക്ക് തന്നു. ഏറ്റവും നിങ്ങളിലൊക്കെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള എന്നെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? അല്ലേ? ചിരിക്കുകയാണ്, എൻ്റെ എല്ലാം വേറെ ആൾ വന്നോന്ന് അല്ലേ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് നമുക്ക് തന്നു. നല്ല 2 കൈകൾ തന്നു, 2 കാലുകൾ തന്നു, നല്ല മനസ്സ് നമുക്ക് തന്നു, നമുക്ക് നല്ല ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ തന്നു. അങ്ങനെ പലതും നമുക്ക് തന്നിട്ടുണ്ട്. ഇണ്ടിട്ടും കിട്ടിയിട്ടും അല്ല ഉണ്ടായിട്ടും ഇല്ല എന്ന് പറയുന്ന നമ്മൾ തന്നെയാണ് പൊട്ടന്മാർ, അല്ലേ? അങ്ങനെ തന്നെ പറയണം. ഇണ്ടിട്ടും ഇല്ല 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 എന്ന് രായ്ക്ക് രാമായണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. ഇത്രയും നാള് പൈസ ഇല്ല, ഇത്രയും നാള് നീ ജീവിച്ചില്ലേ? നിന്റെ കാര്യങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് നടന്നില്ലേ? എന്തെങ്കിലും എവിടെയെങ്കിലും മുടങ്ങിപ്പോയിട്ടുണ്ടോ? 5 നേരം നല്ല രീതിയിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? 3 നേരം കഴിച്ചില്ലേ? പോട്ടെ, 1 നേരം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇവിടെ വന്നിരിക്കില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അസുഖം വന്നപ്പോൾ നിങ്ങൾക്ക് അവിടെ മെഡിസിൻ കിട്ടി, ആരെയോ എന്തൊക്കെയോ കരങ്ങളിലാണെങ്കിലും നിങ്ങൾ മെഡിസിൻ കിട്ടി ഓവർകം ചെയ്തു വന്നു ഇല്ലേ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ എത്തിയിട്ടും എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മളെ പ്രോബ്ലം. ഓക്കെ, മനസ്സിലാക്കുക, ഫീൽ ചെയ്യുക, അതിനെ എക്സ്പ്രസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മോഡലിൽ നിങ്ങൾ അതിനെ എക്സ്പ്രസ് ചെയ്യുക. ഒന്നുമില്ല, അതിനെക്കുറിച്ച് നല്ല ഡീപ്പായിട്ട് നന്ദി പറയാം. രണ്ടാമത്തത്, മൂവ് യുവർ ബോഡി, മൂവ് യുവർ എനർജി എന്നുള്ളതാണ്. നിങ്ങളോട് ഞാൻ ഡേ 4 ഡേ 5 പറഞ്ഞിട്ടുള്ളത് എക്സസൈസിൻ്റെ ഒരു 5 മിനിറ്റ് ആണെങ്കിലും മതി നിങ്ങളെ ശരീരം ഒന്ന് മൂവ് ചെയ്യാൻ. അതുവഴി നിങ്ങളെ എനർജി, നമ്മളെ ശരീരം ചിലപ്പോൾ ഫാറ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പല ഒരു മെറ്റബോളിക് ആക്ടിവിറ്റി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശരീരമാണ്. അതിങ്ങനെ പോകുമ്പോൾ, അതിന് ഒരു മൂവ്മെൻറ്റ്സ് ഇല്ലാതെ നിൽക്കുമ്പോൾ, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഡൗൺ ആയി നിന്നാൽ പെട്ടെന്നൊന്ന് എണീറ്റാൽ തന്നെ അതിനകത്ത് നിന്ന് ഷിഫ്റ്റായി. ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് ഇങ്ങനെ ഡൗണായി ഇങ്ങനെ പോയി ഇരുന്ന് കരയുന്നിടത്തു നിന്ന് പെട്ടെന്ന് ഒരാൾ വന്ന് വിളിച്ച് നിങ്ങളൊന്ന് ഞെട്ടി ഒന്നിതാക്കി പെട്ടെന്ന് കണ്ണൊക്കെ തുടച്ചങ്ങ് പോകും ഇല്ലേ? അതുപോലെ നിങ്ങൾ എന്ത് സ്റ്റക്കായി നിൽക്കുന്നോ, അല്ലെങ്കിൽ എപ്പോൾ ഡൗൺ ആയി നിൽക്കുന്നോ, അപ്പം തന്നെ ഫസ്റ്റ് വേണ്ടത് ഇരുന്നിടത്തുനിന്ന് ഒന്ന് എഴുന്നേക്കുക, അല്ലെ ബോഡി ഒന്ന് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് എടുക്കുക. രാവിലെ എണീറ്റ് അങ്ങ് ഓടടോ, അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്ക്, അല്ലെങ്കിൽ വൈകുന്നേരം നടക്ക്.
എപ്പോഴാണെങ്കിലും ഒന്ന് നിങ്ങളെ ബോഡീനൊന്ന് മൂവ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ ഈ ഡൗൺനെസ്സും പിന്നെ വയ്യായികയും ഇല്ലായികയും ക്ഷീണവും തളർച്ചയും എല്ലാം അങ്ങോട്ട് പോയിക്കോളും. കാരണം ഒരേ സ്റ്റേറ്റിൽ തന്നെ ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് നമ്മളെ ശരീരം ആ ഒരു ഫീല് വരാൻ കാരണം. അപ്പം നിങ്ങളെ ശരീരത്തിനെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുക. അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ് എങ്കിലും നിങ്ങളൊരു ഡേ നിങ്ങളെ ശരീരത്തിനെ മൂവ് ചെയ്യിപ്പിക്കണം. 15 മിനിറ്റ് ആണെങ്കിൽ ഭയങ്കര ജോയ്ഫുൾ മൊമെൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒന്ന് ഡാൻസ് ചെയ്യേ, അല്ലെങ്കിൽ ഒരു മോർണിംഗ് വാക്ക്, അല്ലെങ്കിൽ യോഗയോ എന്തെങ്കിലും ഫിസിക്കൽ മൊമെൻറ്റ്, നിങ്ങൾ എന്തെങ്കിലും എനർജറ്റിക് ബ്ലോക്ക് നിങ്ങളെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ഫിസിക്കൽ മൂവ്മെൻറ്റ് കാരണം നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു മാക്സിമം എത്രയാവാം, അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മടിയന്മാർക്ക് പറഞ്ഞതാണ്. മിനിമം 15 ചെയ്യുക. ഓക്കെ. രണ്ടാമത്തതാണ് ഞാൻ ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് പറഞ്ഞത്. മൂന്നാമത്തത് ക്ലട്ടർ ടു റിസീവ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ചുറ്റുഭാഗത്തും. കാരണം നിങ്ങൾ പ്യൂരിഫൈ ആണ്, നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണെങ്കിൽ യൂണിവേഴ്സ് തരുന്ന എനർജീനെ നിങ്ങൾ റിസീവ് ചെയ്യാൻ വില്ലിങ് ആണ്. യൂണിവേഴ്സ് തരുന്ന നിങ്ങൾക്കൊരു ക്യാഷ് കിട്ടി, നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഒരു 5 ലക്ഷം രൂപ കിട്ടി. ഈ 5 ലക്ഷം ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുമോ? ആ 5 ലക്ഷവും പിടിച്ച് കിടന്നുറങ്ങും, ആ 5 ലക്ഷവും പിടിച്ച് ബാത്റൂമിൽ പോകും, ആ 5 ലക്ഷവും പിടിച്ച് ഭക്ഷണം കഴിക്കും? ഇല്ലല്ലോ. അത് നിങ്ങളൊരു സ്പേസിൽ വെക്കില്ലേ? ഇതിൽ ചെറിയൊരു ലോ ഓഫ് അട്രാക്ഷനും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു 5 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതൊരു സ്ഥലത്ത് വെക്കില്ലേ? നിങ്ങൾ എല്ലാ മന്തും എനിക്ക് ഇത്ര രൂപ കിട്ടണം, അല്ലെങ്കിൽ 1 ഇയർ ഏണിങ് എനിക്ക് ഇത്ര ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഈ ക്യാഷ് വെക്കാൻ ഒരു സ്പേസ് വേണം. അല്ലെ നിങ്ങൾ പേഴ്സിൽ എനിക്ക് ഇന്നൊരു 1000 രൂപയാണ് കിട്ടിയെങ്കിൽ ഇന്ന് കിട്ടിയ 1000 രൂപ വെക്കാൻ നിങ്ങളെ പേഴ്സിൽ, നിങ്ങളെ വാലറ്റിൽ, അല്ലെങ്കിൽ നിങ്ങളെ ബാഗിൽ, അല്ലെങ്കിൽ നിങ്ങളെ കബോർഡിൽ, എവിടെയാണോ ഇത് നിങ്ങൾ കീപ്പ് ചെയ്യാൻ വിചാരിക്കുന്നത് ആ സ്പേസ് എപ്പോഴും അതിനു വേണ്ടി റിസർവ് ചെയ്തിരിക്കണം, അതിനു വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കണം. അവിടെ വേറെ ഒന്നും ഒരു വണ്ടീൻ്റെ കീ കൊണ്ടുവെക്കാൻ പറ്റില്ല, ഇനി വാലറ്റിലാണെങ്കിൽ ടിക്കറ്റ് അവിടെ കൊണ്ടുപോയിടാൻ പറ്റില്ല, ഒന്നും ആ സ്ഥലത്ത്. അതെപ്പോഴും ഇന്നത്തെ ഡേ മാനിഫെസ്റ്റ് ചെയ്ത 1000 രൂപ വരാനുള്ള സ്പേസ് തന്നെയാണ്. ആ സ്പേസിൽ ഒരു സാധനം വെക്കാൻ പാടില്ല. 5 ലക്ഷം ഇന്ന് ഞാൻ നിങ്ങൾക്ക് തന്നെങ്കിൽ ഈ 5 ലക്ഷം വെക്കാനുള്ള സ്പേസ് എപ്പോഴും അവിടെ ഒഴിച്ചിരിക്കണം. അത് നല്ല വൃത്തിയാക്കി ക്ലീനാക്കി ആ ഒരു ഏരിയനെ നല്ല ക്ലീനാക്കി, ഇതെൻ്റെ 5 ലക്ഷം വരാനുള്ള സ്പേസാണ്, ഇത് എൻ്റെ 5 ലക്ഷം വെക്കാനുള്ള സ്പേസാണ്, എൻ്റെ 5 ലക്ഷം ഞാൻ ഇവിടെയാണ് വെക്കുക, 5 ലക്ഷം എൻ്റെലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വെക്കും, എപ്പോഴും എനിക്കൊന്ന് കാണണം, അതിനകത്തുനിന്ന് ഞാൻ എടുത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇന്നത് ചെയ്യും എന്നൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിക്കേ. ഇറ്റ്സ് എ പവർഫുൾ ടൂളാണ്. അപ്പോൾ അത് ഞാൻ എക്സ്ട്രാ പറഞ്ഞതാണ്. ഇപ്പം നമ്മളിലേക്ക് എന്ത് റിസീവ് ചെയ്യണോ അതിൻ്റെ സ്പേസ് ഓപ്പൺ ആയിരിക്കണം. അല്ലാതെ ഈ പൈസ ഒരു എനർജിയാണ്, അത് ചോദിക്കും. നിങ്ങളൊരു എനർജിയല്ലേ, നിങ്ങൾക്ക് നിൽക്കാൻ ഒരു ഷെൽട്ടർ വേണ്ടേ, ഒരു വീട് വേണ്ടേ, എങ്കിലല്ലേ നിങ്ങൾ ആ വീട്ടിൽ നിൽക്കുള്ളൂ. നിങ്ങൾക്ക് കിടക്കാൻ ഒരു കട്ടിലുണ്ടെങ്കിൽ ആ സ്പേസിലല്ലേ നിങ്ങൾ കിടക്കും. നിങ്ങൾ ഫാദറും മദറും കിടക്കുന്ന കട്ടിലിൽ പോയി നിങ്ങൾ കിടക്കില്ലല്ലോ. നിങ്ങൾക്ക് കിടക്കാൻ ഒരു കട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ കിടക്കുന്നുള്ളൂ. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചീൻ്റെ ഡ്രസ്സൊന്നും എടുത്ത് നിങ്ങൾ ഇടുന്നില്ലല്ലോ. ഇല്ല, നിങ്ങൾക്ക് റിസർവ് ചെയ്ത കുറച്ച് സാധനങ്ങളുണ്ട്. നിങ്ങളിലേക്ക് റിസീവ് ചെയ്ത് മോർ അബണ്ടൻ്റ് വരണമെങ്കിൽ, മോർ എനർജി വരണമെങ്കിൽ അതിനൊരു സ്പേസ് വേണം. ഒരു ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് നിങ്ങൾ കൊടുക്കണം. നിങ്ങളെ വീട്, എപ്പോഴും നിങ്ങൾ കിടക്കുന്ന സ്ഥലം എപ്പോഴും അവിടെ എല്ലാ ഫുഡ് വേസ്റ്റും ഒക്കെ കൊണ്ടിട്ട് അതിൻ്റെ മുകളിലാണ് നിങ്ങൾ കിടക്കുക. അതെപ്പോഴും നല്ല വൃത്തിയായിട്ട് ക്ലീനായിട്ട് സൂക്ഷിക്കില്ലേ? അതുപോലെ നമ്മളെ വീടിൻ്റെ ചുറ്റുഭാഗത്തും നമ്മളെ പരിസരത്തായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് ആയിട്ടുള്ള എന്ത് കാര്യമുണ്ടോ അതിനെ ഇന്ന് ഈ നിമിഷം പോയിട്ട് തന്നെ ക്ലീനാക്കൽ നിർബന്ധമാണ്. നിങ്ങളെ വീട്ടിലായിക്കോട്ടെ നിങ്ങളെ ചുറ്റുഭാഗത്തായിക്കോട്ടെ എന്ത് കെട്ടിക്കിടക്കുന്ന വേസ്റ്റോ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന മലിനമായിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടോ അത് ക്ലീൻ ചെയ്യണം. ഈ കന്നിമൂല എന്നൊക്കെ പറയലുണ്ട്. കന്നിമൂലനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. കന്നിമൂലയിൽ എന്തുണ്ട്? വേസ്റ്റ് വെള്ളം പോവാൻ പാടില്ല, വെള്ളത്തിൻ്റെ ഒഴുക്ക് പാടില്ല, വേസ്റ്റ് ഒന്നും ഡെപ്പോസിറ്റ്. കാരണം അതെന്ന് പറയുന്നത്
ആ ഒരു തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് ഒരു കാറ്റ് വരുന്നുണ്ട്. ആ കാറ്റിലൂടെ ആ കാറ്റ് നമ്മൾ ഇതിൻ്റെ സറൗണ്ടിങ്സിൻ്റെ ചുറ്റൊന്നും നമുക്ക് അനുഭവിക്കുന്ന ആ കാറ്റിൻ്റെ ഗതിക്ക് ചില സൈഡിലൂടെ വരുന്ന ഒരു റൂട്ടിലൂടെ വരുന്ന കാറ്റിന് എന്തുണ്ടാവും, ആ ഒരു വേവ് ലെങ്ത്തിൽ ആ ഒരു ഭാഗത്ത് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജിയിൽ കൂടെ സ്പ്രെഡ് ചെയ്യുന്ന അണുക്കളൊക്കെ ഈ കാറ്റ് വീശും. ഈ കാറ്റ് വീശിയിട്ട് നേരെ എങ്ങോട്ടാണ് വീഴുന്നത്, നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക്. ഇനി ആ ഭാഗത്ത് ഓപ്പണിംഗ് ആയിട്ടുള്ള ജനൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീടിൻ്റെ ഉള്ളിലേക്കാണ് വരിക. ഉള്ളിലേക്ക് വരുമ്പം അത് നമ്മളെ ഹെൽത്ത് വൈസ് അല്ലെങ്കിൽ മെൻ്റലി നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു എനർജിയായി മാറും. അതുകൊണ്ടാണ് കന്നിമൂലയിൽ വേസ്റ്റ് അങ്ങനെ ഇതാക്കുന്നത്. നല്ല കന്നിമൂലയിൽ നിങ്ങൾ ഒന്നും കൊണ്ടുവെക്കരുത്. ഞാൻ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, വാദിക്കാൻ ആളല്ല. പക്ഷേ ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു മെയിൻ കാരണം അതാണ്. അപ്പം ആ ഭാഗം എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കുക എന്ന് പറയാറുണ്ട്. പൂർവികരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ ഭാഗം എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് വൃത്തിയിൽ ഇങ്ങനെ വെക്കേണ്ട സ്ഥലമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ അത് ആ സ്ഥലം എന്നില്ല, നിങ്ങളെ വീടിൻ്റെ ചുറ്റും കെട്ടിക്കിടക്കുന്ന പിന്നെ ഉപയോഗിക്കാത്ത എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അതിനൊക്കെ വാഷ് ഔട്ട് ചെയ്യുക. ഫുൾ ക്ലീനാക്കി നിങ്ങളെ മനസ്സ് ശുദ്ധിയാക്കുന്നത് പോലെ തന്നെ നിങ്ങളെ ശരീരം ശുദ്ധിയാക്കുന്നത് പോലെ തന്നെ നിങ്ങളെ പരിസരം ശുദ്ധിയാക്കി കഴിഞ്ഞാൽ ആ വരാനുള്ള എനർജി, പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് റിസീവ് ചെയ്യും. ഇല്ലെങ്കിൽ ഒരു എനർജി ഇങ്ങനെ വരുമ്പോഴായിരിക്കും അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവും, ഒരു തടസ്സം ഉണ്ടാവും. അപ്പോൾ അവിടെ നിൽക്കും. മണി എനർജി നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ മണി എനർജി ചിന്തിക്കും, ഒരു നിമിഷം അത് ചിന്തിക്കും, ഞാൻ ഇവൻ്റെ അടുത്തേക്ക് പോയിട്ട് എനിക്ക് എന്താ കാര്യം, എനിക്ക് എന്താ ബെനഫിറ്റ്, എനിക്ക് എന്താണ് അവിടെ നിന്ന് കിട്ടാനുള്ളത് എന്ന് ചിന്തിക്കും. അപ്പോൾ ഞാനിത് എവിടെയാണ് നിൽക്കുക, എനിക്ക് ഇരിക്കാൻ സ്ഥലമല്ല, നിൽക്കാൻ സ്ഥലമല്ല. അപ്പുറത്തെ വീട്ടിലെ ദാമോദരൻ്റെ കൂടെ പോയാൽ അവന് എനിക്ക് അവിടെ ഇരിക്കാൻ ഒരു ചെയറെങ്കിലും തരും, ഇവിടെ ഒരു ചെയറും ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിലെ ദാമോദരൻ്റെ അടുത്തേക്ക് പോകും. ഈ മണി എനർജി നിങ്ങളുടെ അടുത്തേക്ക് വരില്ല, കാരണം നിങ്ങൾക്ക് ഇരിക്കാൻ ഒരു ചെയർ പോലും നിങ്ങൾ അവിടെ കൊടുത്തിട്ടില്ല. മനസ്സിലായോ? നമ്മൾ അതിനെ എങ്ങനെ വെൽക്കം ചെയ്യുന്നു, എങ്ങനെ റിസീവ് ചെയ്യുന്നു, അതിനനുസരിച്ചായിരിക്കും നമ്മളിലേക്കുള്ള അതിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത്. നാലാമത്തത്, നിങ്ങൾ ഔട്ടർ സ്പേസ് ചേഞ്ച് ചെയ്യുക. ഓൾസോ നിങ്ങളെ ഇന്നർ സ്പേസും ഷിഫ്റ്റ് ആവും, ഇന്നർ എനർജിയും നിങ്ങൾക്ക് ഷിഫ്റ്റ് ആവും എന്നുള്ളതാണ്. ഓക്കെ, രണ്ടും ഈക്വൽ ആണ് എന്നുള്ളത്. നാലാമത്തത് മിറർ അഫോർമേഷനാണ്. നിങ്ങളെ ഏറ്റവും കൂടുതൽ കാണുന്നത് മറ്റുള്ളവരെ വാക്കിനും അപ്പുറം നിങ്ങളെ ഏറ്റവും കൂടുതൽ കാണേണ്ടത് നിങ്ങളാണ്. ഞാൻ മിറർ എക്സസൈസ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നതാണ്. കണ്ണാടീൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങളെ കണ്ണിലേക്ക് നോക്കിയിട്ട് അങ്ങ് പറയ്, ഐ ആം പവർഫുൾ, ഐ ആം പിന്നെന്താ നിങ്ങൾ രാവിലെ ഇതിനകത്ത് പറയില്ലേ, മെഡിറ്റേഷനിൽ പറയില്ലേ, എന്താ പറയില്ല, ഐ ആം പവർഫുൾ, ഐ ആം കറേജ്, ഐ ആം സക്സസ് പറയില്ലേ, ഐ ആം ഫോക്കസ്, ഐ ആം റെസ്പോൺസിബിൾ, ഐ ആം അക്കൗണ്ടബിൾ, ഐ ആം ഡെഡിക്കേറ്റഡ് പറയാറില്ലേ എന്നും രാവിലെ. അത് കണ്ണാടിൻ്റെ മുമ്പിൽ പിന്നെ ഐ ആം ലവ്, ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം റിച്ച്, ഐ ആം എ മണി മാഗ്നറ്റ് എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഐ ആം ബ്യൂട്ടിഫുൾ. എന്ത് ഭംഗിയാണ് നിന്നെ കാണാൻ, നിന്റെ ഫേസൊക്കെ ഓരോ ദിവസവും നല്ല ഗ്ലോ ആയി വരുന്നുണ്ടല്ലോ, നിന്റെ കണ്ണുകൾ നന്നായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് തിളങ്ങുന്നുണ്ടല്ലോ, നിന്റെ മുടി എന്ത് ഭംഗിയാണ്, സോ ക്യൂട്ട്, വൗ ബ്യൂട്ടിഫുൾ, അമേസിങ്, നിങ്ങളെ പേര് വിളിച്ചിട്ട് പറയാം. അങ്ങനെ നിങ്ങൾ ധൈര്യം അവിടെ കൊടുക്കുക. എവിടെയാണ് നിങ്ങൾ റെസ്പോൺസിബിൾ അല്ല, നിങ്ങൾ ഫോക്കസ്ഡ് അല്ല, നിങ്ങൾ അക്കൗണ്ടബിൾ അല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കണ്ണാടിൻ്റെ മുമ്പിൽ പോയി പറയാം, ആരെന്ത് പറഞ്ഞാലും ഐ ആം റെസ്പോൺസിബിൾ, ഐ ആം അക്കൗണ്ടബിൾ, ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് വിളിച്ചോതുക. ഓക്കെ, കണ്ണാടിൻ്റെ മുമ്പിൽ പോയിട്ട്. നിങ്ങളെ സമയം കഴിഞ്ഞു എങ്കിലും ബാക്കിയുള്ള 3 കൂടെ പറയട്ടെ. അഞ്ചാമത്തത് നേച്ചർ കണക്ഷനാണ്. പ്രകൃതിയുമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെരുപ്പിടാതെ നടക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഇലകളോട് നോക്കാം, നിങ്ങളൊരു മരത്തിൻ്റെ ചുവട്ടിൽ പോയിരിക്കാം, അല്ലെങ്കിൽ ചെടികളെ ഒന്ന് തലോടാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഗാർഡനിങ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെടികൾക്ക് ജസ്റ്റ് ഒരു വാട്ടറിങ്, എന്താണെങ്കിലും പ്രകൃതിയുമായിട്ടൊരു 15 മിനിറ്റ് നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റുക. ഒരു മരത്തിനെ പോയി സ്പർശിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കൊണ്ടിരിക്കുന്നതായിരിക്കാം, എന്തെങ്കിലും പ്രകൃതിയുടെ ഭംഗിയെ ഒന്ന് ആസ്വദിക്കുക. പ്രകൃതിയായിട്ട് അലൈൻ ചെയ്ത് ഒരു കുറഞ്ഞ സമയം സ്പെൻഡ് ചെയ്യുക. നിങ്ങളെ പ്രകൃതിക്ക് ഒരു നാച്ചുറൽ എനർജി ഉണ്ട്, ഒരു ഫ്രീക്വൻസി ഉണ്ട്. അത്
അത് നമ്മുടെക്ക് പതുക്കെ അലൈൻ ചെയ്ത് വരാൻ അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എനർജീനെ ഷിഫ്റ്റ് ചെയ്യാൻ എപ്പോഴും നല്ലൊരു കാര്യം. എപ്പോഴും സങ്കടപ്പെട്ട് വീടിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന് പകരം മുറ്റത്തിറങ്ങി ഇങ്ങനെ നടന്നൊക്കെ ഒരു കാംനെസ് വരും, നല്ല ഐഡിയാസ് വരും, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചിന്തിക്കാൻ പറ്റും. മുറ്റത്തിറങ്ങി ചെരുപ്പിടാതെ നടന്നു നോക്കിക്കേ, ചെരുപ്പിട്ട് നടക്കുകയും ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ആറാമത്തത് വിഷ്വലൈസ് ആൻഡ് ഫീൽ ഇറ്റ് എന്നുള്ളതാണ്. 10 മിനിറ്റ് ഒരു കണ്ണ് അടച്ചുകൊണ്ട് ഓൾറെഡി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഗോളുകളൊക്കെ ആദ്യം ഇമാജിൻ ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് ഭയങ്കരമായിട്ട് ഇമാജിൻ ചെയ്യുക ആദ്യത്തെ 5 മിനിറ്റ്. രണ്ടാമത്തെ 5 മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കാനുള്ള നിങ്ങളെ ഗോളുകളില്ലേ, നിങ്ങളെ വിഷൻ ബോർഡില്ലേ, നിങ്ങളെ ഗോളുകൾ കുറേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളില്ലേ, ഈ 100 days കൊണ്ടൊക്കെ നേടിയെടുക്കണം എന്ന് കുറേ ആളുകൾ പറഞ്ഞ കുറേ കാര്യങ്ങളില്ലേ, ഇത് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഫീൽ ചെയ്ത് ഇമോഷൻ കൊടുത്ത് ആ ഇമേജ് ഇങ്ങനെ കണ്ണടച്ച് കാണണം. കണ്ണടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കുന്ന ഇമേജ് കാണണം, അത് ഫീൽ ചെയ്യാം. ആ ഒരു ഇമേജ് നിങ്ങൾക്ക് ലഭിച്ചത് ഫീലിങ്ങോട് കൂടി നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? കണ്ണടച്ച് 10 മിനിറ്റ് ഇതുവരെ ലഭിച്ചതിന് ആദ്യം വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ മോർ പവർ, എനർജി കൂടും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കാനുള്ളതും വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ എനർജീനെ ഷിഫ്റ്റ് ചെയ്യും. ഇമാജിനേഷൻ ഈസ് ഈക്വൽ ടു മാനിഫെസ്റ്റേഷൻ എൻജിൻ എന്നാണ് പറയാറ്. ഇമോഷൻ ചേർത്താൽ ഭയങ്കരമായിട്ട് വൈബ്രേഷൻ കൂടും. അതുകൊണ്ട് ഇമാജിൻ ചെയ്യുക വിത്ത് ഇമോഷനോട് കൂടി ഫീൽ ചെയ്തുകൊണ്ട്. ഏഴാമത്തത് സ്പ്രെഡ് ലവ് എനർജി. ജെന്യൂനായിട്ട് നമ്മളെ വായിൽ നിന്നും നമ്മളെ മനസ്സിൽ നിന്നും നമ്മളെ ശരീരത്തിൽ നിന്നും ഒഴുകേണ്ടത് സ്നേഹമാണ്. കാരണം യു ആർ ലവ്. ഐ ആം ലവ് ആണ്, ഞാൻ സ്നേഹമാണ്, സത്യമാണ്. അല്ലേ? നിങ്ങൾ മെഡിറ്റേഷനിൽ പറയില്ലേ, ഞാൻ സ്നേഹമാണ്, സത്യമാണ്. അപ്പോൾ എന്നിൽ നിന്നും പോകേണ്ടതും എന്താണ്? സ്നേഹമാണ്, സത്യമാണ്. നല്ല വാക്കുകൾ പറയാം, പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ. നെഗറ്റീവ് നിങ്ങൾക്ക് കേൾക്കാണ്ടാത്ത പോലെ മറ്റുള്ളവർക്ക് നിങ്ങൾ നെഗറ്റീവ് കൊടുക്കരുത്. മറ്റുള്ളവരോടും പോസിറ്റീവ് വാക്കുകൾ പറയാം. ജെന്യൂനായിട്ട് മനസ്സിൽ പീസ്ഫുള്ളായിട്ട് പോസിറ്റീവായിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുക. നല്ല വാക്കുകൾ പറയാം, നല്ല പുഞ്ചിരി നൽകാം, നല്ല സ്നേഹം നൽകാം. മനസ്സിലായോ? നിങ്ങൾ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വിടുന്നതെല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയിലാണ്. നല്ല സ്നേഹം കൊടുക്കാം, നല്ല സന്തോഷം കൊടുക്കാം, നല്ല സ്മൈൽ കൊടുക്കാം, അല്ലേ? മറ്റുള്ളവർക്ക് എങ്ങനെ നന്മ കൊടുക്കാൻ പറ്റുമോ അതുപോലെ നന്മ കൊടുക്കുക. ലവ് വൈബ്രേഷൻ ഈസ് ഭയങ്കര ഹയസ്റ്റ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ലവ് ആണ്. നിങ്ങൾ എന്ത് നൽകുന്നോ നിങ്ങൾക്ക് അതെന്ത് ചെയ്യും, തിരിച്ചും കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എനർജറ്റിക് ആകാൻ, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ ഈ ഒരു എല്ലാ കാര്യങ്ങളും 7 കാര്യങ്ങൾ പറഞ്ഞു. 7 കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവട്ടെ. ഞാൻ പറഞ്ഞതിലൂടെ നിങ്ങൾ ചിന്തിച്ച് ഒന്ന് ചെയ്യുക. ഒന്ന് എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡാണ്. 2 നമ്മളെ ശരീരം ഒന്ന് മൂവ് ചെയ്യുന്നതാണ്. ബോഡി എന്തെങ്കിലും ഒരു എനർജറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിനൊന്ന് മൂവ് ചെയ്യിപ്പിക്കുക. 3 നിങ്ങൾ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളെയും ക്ലട്ടർ ചെയ്യുക അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. 3 മിറർ അഫോർമേഷൻസ് പറയാം. മിററിൻ്റെ മുമ്പിൽ പോയിട്ട് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയാം. 4 മിറർ അഫോർമേഷൻ. 5 നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുക. 6 വിഷ്വലൈസ് ചെയ്യുക. പോസിറ്റീവായിട്ട് കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വിഷ്വലൈസ് ആൻഡ് ഫീൽ ഇറ്റ്. 7 സ്പ്രെഡ് എനർജി. ഇനി മാറിപ്പോയില്ലല്ലോ. 5 നാച്ചുറൽ, 6 വിഷ്വലൈസ്, 7 സ്പ്രെഡ് ലവ് എനർജി. ഓക്കെ, മനസ്സിലായോ? ഇന്നത്തെ ലൈഫിൽ നിങ്ങൾ ഇതെല്ലാവരും ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നല്ലൊരു പുതുമയുള്ള ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങളോട് ഒരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ടീമായിട്ട് ഞാനും രേഖ മാമും അഖില മാമും ഉണ്ട്. നേരത്തെ നമ്മൾ ലെവൽ 1 ചെയ്തതിലും അപ്പുറം ABC പ്രോഗ്രാം 1 നമ്മൾ എഗെയിൻ ഓഗസ്റ്റ് 4 ഒന്നും കൂടെ പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തോലുണ്ട്. അതിനും അപ്പുറം ഇത് 3 പേരും കൂടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് വേറൊരു ലെവലിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര റിസൾട്ടായിരിക്കും, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. ഒരു 30 ഡേ ഒരുമിച്ച് നിങ്ങൾ 30 ഡേയും ആദ്യം നമ്മൾ 10 ദിവസം പിന്നെ പ്രാക്ടീസാണ്. 30 ഡേയും നിങ്ങളെ കൂടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. സൺഡേ ലീവായിരിക്കും, സാറ്റർഡേ പ്രാക്ടീസ് ഡേ ആയിരിക്കും, മൺഡേ ടു ഫ്രൈഡേ എവറി ഡേ ക്ലാസ് ഉണ്ടാവും. അങ്ങനെ നിങ്ങളെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരുന്ന
ഭയങ്കര അമേസിങ് ആയിട്ടുള്ള ഒരു 30 ഡേ ട്രാൻസ്ഫോർമേഷൻ ജേണി ഉണ്ട്. നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിൽ ആരൊക്കെ ഉണ്ടോ, ആരൊക്കെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി അനുഭവിച്ച് ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ടോ, അവർക്കൊക്കെ ഈ മെസ്സേജ് നിങ്ങൾ എത്തിക്കുക. നിങ്ങളുടെ ഈ ഒരു മെസ്സേജ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഭയങ്കര ലൈറ്റ് ആൻഡ് ലവ് ആവാൻ കാരണമെങ്കിൽ അത് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ അവരിലേക്ക് ഈ ഒരു മെസ്സേജുകളെ അയക്കണം. ഓക്കെ, അവർക്കെല്ലാവർക്കും ഈ ഒരു മെസ്സേജ് കൊടുക്കണം. അവരോട് പറയണം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കാം. ഇല്ലെങ്കിൽ അവരോട് പറയാം, ഒരു പോസ്റ്ററൊക്കെ അയച്ചിട്ട് അതിലുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും എന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ എക്സ്പീരിയൻസും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആരൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാം, നിങ്ങൾക്കും പങ്കെടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുപാടും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് കിട്ടുന്ന ആളുകളോട് ചോദിച്ചാൽ മതി എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരുമെന്ന്. ഞാൻ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയാമല്ല, ഞാൻ അതിൻ്റെ പോസ്റ്റർ ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. രണ്ടാമത്തത് ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു പ്രോഗ്രാം അതാണ്. രണ്ടാമത്തത് പല മാതാപിതാക്കളും അല്ല അമ്മമാരും വീട്ടിൽ നിൽക്കുന്നവർക്ക് ഭയങ്കരമായിട്ടുള്ള ജോബില്ല, എനിക്ക് ജോലിയില്ല, ജോബ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പം നമ്മളെ കമ്പനി അവലോൺ എന്നുള്ള കമ്പനിയിൽ പിന്നെ ഒരു ടീച്ചറാവാം, ട്രെയിനറാവാം, കൗൺസിലറാവാം എന്നുള്ള രീതിയിൽ ഇപ്പം എന്നെപ്പോലെ ഒരു വ്യക്തികളെ ഞാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതുപോലെ ഈ ലോകത്തിന് എപ്പോഴും എനിക്ക് അവൈലബിൾ ആവാൻ പറ്റില്ല. അതുപോലെ നന്മ ചെയ്യുന്ന കുറേ ആളുകളെ നമുക്ക് ഈ ലോകത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഒരു ടീച്ചർ, ട്രെയിനർ, കൗൺസിലർ എന്നുള്ള മോഡിലേക്ക് മാറാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ, അങ്ങനെ ഒരു ജോബ് വേണം, സ്ഥിരമായിട്ടൊരു വരുമാനമുള്ള ജോബ് വേണം. അത് വീട്ടിലിരുന്നുകൊണ്ട്, എവിടെയും പോവുമൊന്നും വേണ്ട, വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കാം. ഓഫ്ലൈൻ ക്ലാസ് ആകെ ഒരു 1 ഇയർ കോഴ്സ് ആയിരിക്കും. അതിൽ ഓഫ്ലൈൻ ക്ലാസ് ഒരു മാക്സിമം 10 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. ആ ഓഫ്ലൈന് നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സ്ഥലങ്ങളിലായിരിക്കും അത് വന്ന് അറ്റൻഡ് ചെയ്യാം. അത് പ്രാക്ടിക്കൽ സെഷൻ ആയതുകൊണ്ടാണ്. ബാക്കിയുള്ളതൊക്കെ ഓൺലൈനിൽ എവിടെ ഇരുന്നും പഠിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് ക്ലാസ്സിലേക്ക് കയറാമെന്നുള്ളതാണ്. അപ്പം എന്താണ്, അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും ഈ മെസ്സേജസ് അയക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്.